ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഞാൻ കുറേ സ്കിപ്പ് ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെ വെച്ചാലാണ് അത് മനസ്സിലാവുള്ളൂ. സോ എല്ലാവരും മാക്സിമം ഫുള്ളി ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ചെറിയ തോതിലുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്നാൽ വല്ലാണ്ടൊരു മുടക്കുമുതലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ഫോട്ടോ ഫ്രെയിം ചെയ്യുക. അതുപോലെ പെൻസിൽ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന സംഭവം. സോ ഈ ഒരു എന്താ പറയുക വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു നോട്ട് പാഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ഡേറ്റ്സൊക്കെ നമുക്ക് ഓർമ്മ വേണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റുകളൊക്കെ നമുക്ക് ഈ റിമൈൻഡർ ബുക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പല കാര്യങ്ങളും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ പെൻസിൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു സംഭവമാണ് സ്കെച്ച് ബുക്ക്. അപ്പം ഈ സ്കെച്ചോടെ ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബുക്കാണ് കേട്ടോ. ഇത് വരുന്നത് 140 GSM-ലാണ് ഈ ഒരു സ്കെച്ച് ബുക്ക് വരുന്നത്. ഈ സ്കെച്ച് ബുക്കിൽ 50 ഷീറ്റ്സാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇതൊക്കെ ഞാൻ മുന്നേ വരച്ചിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ്. അപ്പോൾ ഇത് ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ട് ചെയ്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ്. ഇതെനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത് തന്നെ ഇത് തിരിച്ച് അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഇത് എത്തിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് ഞാൻ പോയ വഴികളിലൊക്കെ ഓരോ മെമ്മറീസും ഉണ്ടാക്കി വെക്കാറുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരാളുടെ ഒരു മെമ്മറിയാണ് കേട്ടോ. ചിഞ്ചു എന്നാണ് ഈ ചേച്ചിയുടെ പേര് കേട്ടോ. ഈ ചേച്ചി മലയാളിയാണ്, പക്ഷെ നമ്മളെ കേരളത്തിലല്ല ആളുള്ളത്, ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതെൻ്റെ 2 ഉമ്മമാരാണ്. രണ്ടാളെൻ്റെ ഉമ്മമാരാണ്, ഒരാൾ മദർ ഇൻ ലോ ആണെന്ന് മാത്രം. പിന്നെ ഈ ഫോട്ടോ എന്ന് പറയണത് എൻ്റെ ഇക്കാടെ ഫോട്ടോ ആണ്. ഇക്കാടെ ബർത്ത്ഡേക്ക് ഞാൻ വരച്ചതാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ സക്സസ് മാത്രം കാണിച്ചു തന്നാൽ പോരല്ലോ, അതിലുണ്ടാവണ കുറേ നമുക്ക് ഫെയിലിയേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ പെട്ട കുറച്ച് ഫോട്ടോസാണ് ആദ്യത്തെ 2ഉം. അപ്പം ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കപ്പിൾസിൻ്റെ ഫോട്ടോ ആണ്, പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് ക്ലിയർ ആയില്ല. സോ അത് പകുതി വെച്ച് നിർത്തിയിട്ടാണുള്ളത്. പിന്നെ ഈ സ്കെച്ച് ബുക്ക് എന്ന് പറയുന്നത് അടിപൊളി സ്കെച്ച് ബുക്കാണ്. പിന്നെ നമുക്ക് ഇത് കീറി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഭാഗത്ത് നിന്ന് നമുക്ക് കീറി എടുക്കാം. അതുപോലെ നമ്മളെ ഒരു ഫ്രെയിം വർക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിമിനനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ പേപ്പർ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു പേപ്പർ കട്ടർ. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു സ്ക്വയേഴ്സ് നമുക്ക് കാണാമല്ലോ, ഈ സ്ക്വയേഴ്സിൻ്റെ അടയാളത്തിലാണ് ഞാനിതിൻ്റെ അളവെടുക്കാറ്, എത്രത്തോളം വേണമെന്നുള്ളത് ഞാൻ ഇതിലെടുക്കാറ്. ഒരു സ്ക്വയറിൻ്റെ അട മതി വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു സ്ക്വയറിൻ്റെ അട വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് കിട്ടും. ഈ കട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വൃത്തിയിൽ നമുക്ക് ഷാർപ്പായിട്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് കിട്ടും കേട്ടോ. ചിലപ്പോൾ നമ്മൾ കത്രി കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു ഭാഗം പൊന്തി നിൽക്കാറില്ലേ, അതൊന്നും ഇതിൽ വരില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൊരു പേപ്പറാണ് ഐവറി ഷീറ്റാണിത്. നമ്മൾ കാലിഗ്രാഫിക്കൊക്കെ യൂസ് ചെയ്യുന്നൊരു ഷീറ്റാണ്, പക്ഷെ അടിപൊളി ക്വാളിറ്റിയോട് കൂടി വരുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ പാക്കറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും പാക്കറ്റ് എൻ്റെ കയ്യിലില്ലാത്ത കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ വേണമെങ്കിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ഒന്ന് നോക്കി നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് റാപ്പിംഗ് ഷീറ്റ്സാണ്. അപ്പം നല്ല ഭംഗിയുള്ള ഷീറ്റ്സൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും മറ്റേ ഗ്ലേസിങ് ഉള്ള ആ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ അത് മാത്രം ആക്കാതെ ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. എന്താ പറയുക, പേപ്പർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും കാര്യങ്ങളും കാണാൻ നല്ല ഭംഗിയിലും വരുന്നുണ്ട് കേട്ടോ. 10 to 15 രൂപയാണ് ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിലും കിട്ടുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഈസൽ. അപ്പം ചില സാധനങ്ങൾ ചില കസ്റ്റമേഴ്സ് നമുക്ക് ഇതിൽ വീഡിയോസൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈസലിൽ വെച്ചിട്ട് ആ ഫ്രെയിം നന്നായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ക്യാംലിൻ്റെ ഒരു ചാർക്കോൾ പെൻസിൽസാണ്. ഇത് 3 ടൈപ്പാണ് വരുന്നത്, ഒന്ന് ഹാർഡ്, ഒന്ന് മീഡിയം, ഒന്ന് സോഫ്റ്റ്. സോ ഇതുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ചാർക്കോൾ പിക്ചേഴ്സൊക്കെ, ചാർക്കോൾ പോർട്രേറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു എന്താ പറയുക ചാർക്കോൾ പെൻസിൽസാണ് കേട്ടോ. പിന്നെ ഈ പെൻസിൽ എന്ന് പറയുന്നത് അപ്സരയുടെ ഹാർഡ് ഡാർക്ക് പെൻസിലാണ് കേട്ടോ.
അപ്പം ഈ ഒരു പെൻസിലിൻ്റെ അത് അത്യാവശ്യം ഡാർക്കാണ്, നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതാണ് നോർമലായിട്ട് ബോർഡറിങ് കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഷെയ്ഡിങ്ങിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഫുള്ളി ഡാർക്ക് ചെയ്തിട്ട് അങ്ങനെ പിന്നെ വന്നിട്ട് ലൈറ്റിലോട്ട് മാറരുത്. നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം ഡാർക്ക് കൊടുത്തിട്ട് പിന്നെ മെല്ലെ ലൈറ്റ് ഷെയ്ഡിലോട്ട് മാറ്റാം. അതാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ വിട്ടിട്ടുള്ള ഷെയ്ഡിങ് പാടില്ല. നമ്മൾ അടുപ്പിച്ചിട്ട് തന്നെ ഷെയ്ഡിങ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. ഇപ്പം ഇത് തന്നെ കണ്ടില്ലേ, നമ്മൾ ഡാർക്ക് നിന്ന് തുടങ്ങിയിട്ട് ലൈറ്റിലോട്ടാണ് മെല്ലെ വരുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ആർട്ട് ലൈൻ്റെ പെൻസിൽസ്. ഇതാണ് ആർട്ട് ലൈൻ്റെ സ്കെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാക്കറ്റ് വരുന്ന പെൻസിൽസാണ് കേട്ടോ. ഇതിൽ HB ഉണ്ട്, 2B ഉണ്ട്, 4B ഉണ്ട്, 6B ഉണ്ട്, 8B ഉണ്ട് ആൻഡ് 10B ഉണ്ട്. ഓരോ പെൻസിലിനും അതിൻ്റേതായിട്ടുള്ള ബ്ലാക്ക് ആണുള്ളത് കേട്ടോ. ഇപ്പോൾ ഹാർഡ് ബ്ലാക്ക് ആണെങ്കിൽ നോർമൽ ഒരു ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെയാണ് വരിക. പിന്നെ അതുപോലെ ഇത് 2B പെൻസിലിൻ്റെ ഷെയ്ഡാണ്. അതുപോലെ ഞാനിതിൽ ഫുൾ ഷെയ്ഡ്, അതായത് 10B ഷെയ്ഡ് വരെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളത് നോക്കി നോക്കാം, ഓരോന്നിൻ്റെ ഷെയ്ഡിൻ്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അതുപോലെ ഈ എന്താ പറയുക, B അല്ലെങ്കിൽ H എന്നുള്ള സംഭവങ്ങളൊക്കെ എന്താ സൂചിപ്പിക്കുന്നത് വെച്ചാൽ, അപ്പം നമ്മൾ ഗ്രേഡിങ് സിസ്റ്റത്തിൽ, അതായത് പെൻസിലിൻ്റെ ഗ്രേഡിങ് സിസ്റ്റം നമ്മൾ അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹാർഡ് ടു സോഫ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഹാർഡായിട്ടുള്ളതിനെ നമ്മൾ H എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ സോഫ്റ്റ് പെൻസിലിനെ B ആയിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ കാണിക്കുന്ന അതുപോലെ 2B 4B എന്നുള്ളതൊക്കെ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്, പിന്നെ പെൻസിലിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 2B 4B 6B എന്നുള്ളതൊക്കെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ഓർ ഡിഗ്രി ഓഫ് സോഫ്റ്റ്നെസ് കാണിക്കുന്നതാണ് കേട്ടോ. ജനറലി നമ്മൾ ഷെയ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് B ഗ്രേഡ് പെൻസിൽസ് ആണ് കേട്ടോ. അത് ഷെയ്ഡ് ചെയ്യാനും അതുപോലെ അതിൻ്റെ സ്മൂത്ത് കവറേജ് കൊടുക്കാനൊക്കെ നമുക്ക് ഈ B ഗ്രേഡ് പെൻസിൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന പെൻസിൽസൊക്കെ ഹാർഡ് പെൻസിൽസാണ്. പിന്നെ ഇതിൽ B ഗ്രേഡ് പെൻസിൽസും ഉണ്ട് കേട്ടോ. 10 ടൈപ്പ് പെൻസിൽസാണ് നമ്മൾ ഈ നട്രാജയുടെ ഈ ഒരു പെൻസിലിൻ്റെ ബോക്സിൽ വരുന്നത് കേട്ടോ. ഇതെനിക്കൊരു താത്ത എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മളെ കയ്യിൽ വേണ്ടത് പേപ്പർ സ്റ്റെംസ് ആണ്. പേപ്പർ സ്റ്റെംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ജിയാണ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ വൃത്തിയിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിലും പല സൈസസ് ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഭാഗം നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതും യൂസ് ചെയ്യാം. അതുപോലെ വലിയ സൈസ് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലുതും യൂസ് ചെയ്യാം കേട്ടോ. ശരിക്കും നമ്മൾ ഷെയ്ഡിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറൈസറാണ്. അതൊരു ടൈപ്പ് കറക്റ്റ് ലൈനായിട്ട് നമുക്ക് ഈ ഇറൈസർ കൊണ്ട് നമുക്ക് മായ്ക്കാൻ പറ്റും. അതുപോലെ ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്കത്തെ ഇത് ഓപ്പൺ ആക്കുക, അതുപോലെ മുന്നത്തത് ഓപ്പൺ ആക്കിയിട്ട് മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളത്തെ റബ്ബർ കിട്ടും. എന്നിട്ട് നമ്മുടെ കയ്യിൽ അതായത് പോലെ ഒരു സംഭവം കിട്ടുക, ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് റബ്ബർ എടുക്കുക, എന്നിട്ട് ബാക്ക് കൂടെ അത് ഇറക്കി കൊടുക്കുക, മുമ്പത്തെ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ബാക്കിൽ ഉള്ള ആ ഒരു ടിപ്പ് അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്, അത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എത്രത്തോളം അമർത്തുന്നു അത്രത്തോളം നമുക്കത് താഴത്തേക്ക് ഇങ്ങനെ വരും, അതിൻ്റെ റബ്ബർ വരും. എത്രത്തോളമാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അവിടെ വെച്ച് നിർത്തിയാൽ മതി. പിന്നെ ഈ കാണുന്നത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. ഒരു വൈറ്റ് കളർ പെൻസിലാണ്. നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ വൈറ്റ് കളർ വരുത്താനുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്തിട്ട് അതിനൊരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലേഡ് ഉള്ളത് നല്ലതാണ്. ചിലത് നമുക്ക് വായിച്ചാൽ ചിലത് പോകുന്നില്ല എന്നൊരു ഘട്ടം വരികയാണെങ്കിൽ കാലിഗ്രാഫിക്കൊക്കെ യൂസ് ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ, ബ്ലേഡാണ് കേട്ടോ അത്.
പിന്നെ നേരത്തെ ഞാൻ ഗ്ലാസ് മാർക്കിങ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് വൈറ്റ് കളർ പെന്നാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ലൈറ്റ് കളർ നമുക്ക് അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് തെളിച്ചം കൊണ്ടുവരാനൊക്കെ നമുക്ക് ഈ ഒരു പേന യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇനി കുറച്ച് ബ്രഷസ് ആണുള്ളത്. ബ്രഷുകളും നമ്മൾ ഇതേപോലെ സ്മഡ്ജ് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ക്വാളിറ്റി ബ്രഷ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യുന്ന സമയത്ത് ബ്രഷിന് ഡാമേജ് വരില്ല, നമുക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റും. എൻ്റെ കയ്യിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷസ് ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും നല്ല ബ്രഷിനെ സ്മഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ബ്രഷ് പെൻ യൂസ് ചെയ്യുന്ന സമയത്ത് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതൊരു മാച്ചിങ് വരുത്താൻ വേണ്ടിയിട്ട്, രണ്ട് കളേഴ്സ് തമ്മിലുള്ള മാച്ചിങ് വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏത് ടൈപ്പ് സ്കെച്ചിങ് ആണ് വേണ്ടതെന്ന് കസ്റ്റമർ പറയും. അപ്പം സ്റ്റെൻസിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ കുറേ നമുക്ക് മാർക്കേഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള മാർക്കേഴ്സും കയ്യിൽ വെക്കാൻ നോക്കുക. പിന്നെ വൈറ്റ് കളർ പേന, വൈറ്റ് കളർ മാർക്കർ, അതുപോലെ ഗോൾഡൻ ഇങ്ക് പേന, ഇതൊക്കെ നമുക്ക് കാലിഗ്രാഫിക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ബോർഡർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കാലിഗ്രാഫി കലമാണത്. അതുപോലെ കുറേ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതൊരു പാർട്ട് 1 ആയിട്ട് എടുക്കാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഒരു പ്ലക്കറും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ സ്കെയിൽ, അതുപോലെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഇൻസ്റ്റലേഷൻ ടാപ്പ്, കട്ടർ, ആ ഒരു സംഭവം. നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതാണ് റാപ്പർ കേട്ടോ. പിന്നെ 2-3 ജേണൽ ഷീറ്റ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് നല്ല ഭംഗി തോന്നിക്കാണ്ട് ഒരു ഫർ ക്ലോത്ത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഉപകരിക്കുന്ന തോന്നുന്ന ആൾക്കാർ നിങ്ങളിത് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ടാറ്റാ.